രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ പരാതി KPCC DGPക്ക് കൈമാറിയിരിക്കുന്നു. വിവരങ്ങളുമായി PR പ്രവീണയുണ്ട്. പ്രവീണ, അങ്ങനെ പരാതി അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുകയാണ്, DGPക്ക് കൈമാറിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അങ്ങനെ ആദ്യപടി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അല്ലാതെ ചെയ്യാതിരിക്കാനാകില്ല. നിയമപരമായി താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു, റേപ്പ് ചെയ്യപ്പെട്ടു, തനിക്ക് ശാരീരികമായും മാനസികമായുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതടക്കം പറഞ്ഞുകൊണ്ട് കൃത്യമായി സംഭവത്തിന്റെ ഓരോ കാര്യങ്ങളും വിവരിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന ആളിന്റെ പേര്, ഫെനി നൈനാന്റെ പേര് സഹിതം വിശദീകരിച്ചുകൊണ്ട് കൊടുത്ത പരാതി, ആ പരാതിയിൽ ഇനി പൂഴ്ത്തിവയ്പ് നടക്കില്ല KPCCക്ക് അത് നിയമപരമായി നീങ്ങിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കൂടിയാണ് പരാതി കിട്ടി മണിക്കൂറുകൾക്കകം തന്നെ അത് പോലീസ് മേധാവിക്ക് കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതും കൈമാറിയതും. അല്ലാതെ കയ്യിൽ വച്ചുകൊണ്ടിരുന്നാൽ ഇത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല എന്ന് നേതൃത്വത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് കണ്ണൂരിലുള്ള KPCC അധ്യക്ഷൻ മറ്റ് നേതാക്കളുമായി ഫോണിൽ ചർച്ച നടത്തിയ ശേഷം ഈ പരാതി ഇപ്പോൾ പോലീസ് മേധാവിക്ക് കൈമാറിയിരിക്കുന്നത്. അങ്ങനെ പാർട്ടിയിൽ നിന്നുള്ള പരാതി കൂടി ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസിന് നൽകാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായി. കാരണം മാധ്യമങ്ങളിലേക്ക് ഈ വാർത്ത എത്തുന്നു, മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല ആ കത്തിൽ, ആ മെയിലിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇത്രയും നാൾ നിങ്ങൾ പറയുന്നത് KPCCക്ക് മുന്നിൽ പരാതികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ ഞാനിതാ പരാതി നൽകുന്നു എന്ന് ആ കുട്ടി സധൈര്യം പറഞ്ഞുകൊണ്ട് മെയിൽ അയക്കുമ്പോൾ എങ്ങനെയാണ് നേതൃത്വത്തിന് ഇത് മറച്ചു വയ്ക്കാനാകുക? അതുകൊണ്ട് കൂടിയാണ് നേതൃത്വം ഇപ്പോൾ കൂട്ടായ തീരുമാനമെടുത്ത് ഇപ്പോൾ കേസ് DGPക്ക് കൈമാറിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളത്, അതായത് ഇനിയിപ്പോൾ ഈ പരാതിയിന്മേൽ നേതൃത്വത്തിന് പറയാൻ കഴിയുന്ന കാര്യം, ഞങ്ങൾ നിയമപരമായ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. അതായത് ഞങ്ങൾക്ക് പരാതി കിട്ടി, ആ പരാതി ബലാത്സംഗ പരാതിയായിരുന്നു, ആ പരാതി പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞ് കൈകഴുകാം. അപ്പോഴുയർന്ന രണ്ടാമത്തെ ചോദ്യം, ഇനി രാഹുലിനെതിരെ എന്താണ് തുടർ നടപടി? പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ഇനി ഉയരുന്ന ചോദ്യം. ഇത്തരമൊരു പ്രിഡേറ്ററാണ് താങ്കളുടെ MLA എന്നതടക്കം പറഞ്ഞുകൊണ്ട് ആ കുട്ടി നൽകിയ കത്തിൽ, ആ കുട്ടി നൽകിയ പരാതിയിൽ ഇനി തുടർ നടപടി എടുക്കാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകില്ല. മാത്രവുമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ കാർ ഡ്രൈവ് ചെയ്തിരുന്നത് ഫെനി നൈനാൻ ആണ് എന്ന് ആ കുട്ടി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഫെനി നൈനാൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പത്തനംതിട്ടയിലെ ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. അതായത് മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആളാണ്. ഫെനിക്കെതിരെ എന്ത് നടപടിയെടുക്കുമെന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഫെനി ഈ കേസിൽ പ്രതിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കൂടെ കൊണ്ടുപോയത്, ഒപ്പം കൂട്ടിക്കൊണ്ടുപോയത് ഫെനിയാണ്. സ്വാഭാവികമായും ഈ കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ ഫെനിക്കെതിരെ പാർട്ടി എന്ത് നടപടിയെടുക്കും, പാർട്ടി സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്ന ഒരാൾക്കെതിരെ എന്ത് നടപടി എടുക്കുമെന്നുള്ള കാര്യം കൂടിയാണ് ഇനി അറിയാനുള്ളത്. പ്രവീണ, തെരഞ്ഞെടുപ്പ് ഇതാ ഒരാഴ്ച കൂടിയില്ല ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ് ഫെനി നൈനാൻ. അപ്പോൾ അയാൾക്കെതിരെ ഇനി എന്തൊക്കെ നടപടികൾ എടുക്കുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് വ്യക്തമായ കാര്യമാണ്. കാരണം അയാൾക്കെതിരെ, അതായത് ഒരു ബലാത്സംഗത്തിന് കൂട്ടുനിന്ന പ്രതിയാണ് അയാൾ. ഈ പരാതി DGPക്ക് കൈമാറിയതോടെ അതൊരു കേസായി മാറിയിരിക്കുകയാണ്. അതിൽ FIR ഇട്ട് കഴിഞ്ഞാൽ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിലും ഫെനി നൈനാനും മാറുന്ന അവസ്ഥയാണ്. അങ്ങനെയെങ്കിൽ ബലാത്സംഗ കേസിൽ രണ്ടാം പ്രതിയായ ഒരാളെ ഒരു പാർട്ടി എങ്ങനെയാണ് പിന്തുണയ്ക്കുക എന്നുള്ള ചോദ്യം ഉയരും. ഇനി 5 ദിവസം മാത്രമാണ് പരസ്യ പ്രചരണം അവസാനിക്കാനുള്ളത്. നമുക്കറിയാം, നീലപ്പെട്ടി ആരോപണം വന്നപ്പോഴും അതിലൊരു ആരോപണ വിധേയൻ ഫെനിയായിരുന്നു. അതിനുശേഷം ഉണ്ടായ കേസുകളിൽ, അതായത് ഇപ്പോഴുള്ള അതിജീവിതവുമായി ബന്ധപ്പെട്ട കേസിലും ഫെനി നൈനാൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഫെനി നൈനാൻ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. ഈ രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന മിക്കവാറും എല്ലാവർക്കും, അതായത് രാഹുലിൻ്റെ ഫസ്റ്റ് ലൈനിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ആളുകൾക്ക്, അത് ഫെനി നൈനാൻ ആകട്ടെ, അതുപോലെ തന്നെ റെനോ പി രാജനാകട്ടെ, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ ആകട്ടെ, ഇവരൊക്കെ സ്ഥാനാർത്ഥികളായി മാറിയിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് ഫെനി നൈനാനും. അപ്പോൾ ഫെനി നൈനാനെതിരെ കൃത്യമായി തന്നെ മൊഴിയിൽ പറയുന്നുണ്ട്, ഈ കുട്ടി പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട്, ആ കാർ ഓടിച്ച് വന്നതും തന്നെ കൊണ്ടുപോയതും ഫെനിയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഫെനി പ്രതിപട്ടികയിൽ വരുന്ന ആളാണ്. അങ്ങനെ പ്രതിപട്ടികയിൽ, ബലാത്സംഗ കേസിൽ പ്രതിപട്ടികയിൽ വന്ന ആൾ, അത് കൃത്യമായി തന്നെ എടുത്തു പറയുന്നു. ബലാത്സംഗ കേസിൽ പ്രതിപട്ടികയിൽ വന്നാൽ കോൺഗ്രസ് എങ്ങനെയാണ് പിന്തുണ അറിയിക്കുക? അതൊരു ധാർമ്മികതയ്ക്ക് നിരക്കാത്ത കാര്യമല്ലേ എന്നുള്ള മറു ചോദ്യം എതിരാളികൾ ഉന്നയിച്ചാൽ എന്ത് മറുപടിയാണ് പാർട്ടിക്ക് പറയാനുണ്ടാവുക എന്നുള്ളതാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യം. ശരി പ്രവീണ.